ഡിസംബർ 30 നടക്കാനിരിക്കുന്ന NMMS 2025 പരീക്ഷയിൽ ഡേറ്റ് മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താണത്, സത്യമാണോ, ശരിക്കും ഡേറ്റ് മാറുമോ സാറേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് വരുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഡേറ്റ് മാറാൻ സാധ്യതയുണ്ടോ, ഡേറ്റ് മാറുകയാണെങ്കിൽ എന്നത്തേക്കായിരിക്കും NMMS എക്സാമിനേഷൻ റീഷെഡ്യൂൾ ചെയ്യുക, എന്താണ് ഇതിന്റെ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നിലവിൽ ഡിസംബർ 30 നമുക്കറിയുന്ന പോലെ തന്നെ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് എക്സാം ഒരുപക്ഷെ റീഷെഡ്യൂൾ ആയേക്കാം. ഇതുവരെ ഈ മൊമെന്റ് വരെ ഒഫീഷ്യൽ ആയിട്ടുള്ള യാതൊരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല. പക്ഷേ എന്നാലും ഒരുപക്ഷെ എക്സാമിനേഷൻ ഒരാഴ്ച അങ്ങോട്ടേക്ക് റീഷെഡ്യൂൾ ആവാൻ സാധ്യതയുണ്ട്. എന്താണ് കാരണം നമുക്ക് നോക്കാം. അപ്പൊ NMMS പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. ഇനി എക്സാം റീഷെഡ്യൂൾ ആകും, ഇപ്പൊ പഠിച്ചതൊക്കെ ഒഴിവാക്കാം, നിർത്താം, എല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നൊന്നും പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യമില്ല. ഒരുപക്ഷെ റീഷെഡ്യൂൾ ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഡിസംബർ 30 തന്നെ എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള യാതൊരു നോട്ടിഫിക്കേഷനും നിർദ്ദേശങ്ങളും ഒഫീഷ്യലായിട്ടുള്ള ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം 2ാം പാദവാർഷിക പരീക്ഷ ആരംഭിക്കുന്നത് ഡിസംബർ 11 ആയിരുന്നു. പക്ഷേ പെട്ടെന്നാണ് എലക്ഷൻ വരുന്നത്. എലക്ഷൻ 9 11 എലക്ഷൻ നടക്കുന്നത് പ്രഖ്യാപിച്ചു. അപ്പൊ എലക്ഷൻ വന്നതോട് കൂടിയിട്ട് പരീക്ഷകൾ നടക്കാനിരിക്കുന്നത് ഡിസംബർ 11 മുതലാണ്. ക്രിസ്തുമസ് പരീക്ഷാ തീയതി മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സോ എലക്ഷൻ വന്നു. എലക്ഷൻ 11 9 നടന്നു. ഈ പറയുന്ന 2ാം പാദവാർഷിക പരീക്ഷ, അതായത് ക്രിസ്മസ് പരീക്ഷ 11 നിന്നും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ആദ്യം നമ്മളുടെ വെക്കേഷൻ 2ാം പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷം സ്കൂൾ അടയ്ക്കുന്ന ദിവസം 19 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡിസംബർ 19 വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആദ്യം ഉണ്ടായിരുന്ന കണക്ക് പ്രകാരം അല്ലെങ്കിൽ കാലണ്ടർ പ്രകാരം ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇങ്ങോട്ടേക്ക് നീങ്ങി 24 മുതലാണ് നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ ആരംഭിക്കുന്നത്, അല്ലെ? സോ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ കലണ്ടർ പ്രകാരം 29 അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്ന ദിവസം 29 ശരിക്ക് സ്കൂൾ തുറക്കേണ്ടതായിരുന്നു. എലക്ഷൻ ആണ് നമ്മളെ ചതിച്ചത്. എലക്ഷൻ വന്നത് കാരണം എക്സാം നീണ്ടുപോയി. എക്സാം നീണ്ടുപോയ കാരണം വെക്കേഷനും നീണ്ടുപോയി. വെക്കേഷൻ നീണ്ടുപോയ കാരണം വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസവും നീണ്ടുപോയി, എക്സ്റ്റെൻഡ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ 29 എന്നുള്ളത് അടുത്ത മാസത്തെ ജാനുവരി 4 ഇപ്പൊ സ്കൂൾ, അതുവരെ വെക്കേഷനാണ്. സോ ഒരുപക്ഷെ ജനുവരി 4 കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തേക്ക് NMMS പരീക്ഷ മാറിയേക്കാം. ഒഫീഷ്യൽ ആയിട്ടുള്ള യാതൊരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന കാര്യം കൊണ്ട് ഒരു വീഡിയോ ചെയ്യാം എന്നുദ്ദേശിച്ചാണ്. അപ്പോൾ ഒരാഴ്ച നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ NMMS പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വലിയൊരു ആശ്വാസമാണ്, അല്ലേ? ഒരാഴ്ച കൂടെ സമയം നീട്ടിക്കിട്ടുകയാണ്. അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും വർക്ക്ഔട്ട് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ടൈം മാനേജ് ചെയ്തുകൊണ്ട് കുറച്ചധികം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനൊക്കെയുള്ള സമയം കിട്ടുകയാണ്, അല്ലേ? സോ ആരും നിരാശപ്പെടേണ്ടതില്ല. ഒരാഴ്ച ഇനി അങ്ങോട്ടേക്ക് മാറുകയാണ്, ഞാൻ എൻ്റെ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള പ്ലാനിങ്സ് ഒക്കെ തെറ്റുമല്ലോ, 30 കണ്ടുകൊണ്ടാണ് ഞാൻ ഇതുവരെ പഠിച്ചത്, എൻ്റെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തത്, എൻ്റെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തത്, 30 കഴിഞ്ഞിട്ട് കുറേ പ്ലാനിങ്സ് ഉണ്ടായിരുന്നു, അതൊന്നും ഇനി ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞ് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. NMMS ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെയും നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യമായിട്ടുള്ളത്. അപ്പൊ അതിലേക്കുള്ള പ്രയത്നവും കഠിനാധ്വാനവും നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ ബാക്ക്ലോഗ് ചെയ്ത് വെക്കേണ്ടതില്ല, നിങ്ങൾ പിറകോട്ട് പോകേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാഴ്ച സമയം കിട്ടിയെങ്കിൽ ഓരോ ദിവസവും പുതിയ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക, കഴിഞ്ഞ വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക, ടൈം സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, OMR ഷീറ്റിൽ ബബിൾ ചെയ്യുന്ന പോലെ തന്നെ ബബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആൻസറുകൾ ചെയ്തുകൊണ്ട് പരിശീലിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ OMR എങ്ങനെയാണ് പരിശീലിക്കുക? OMR ഞങ്ങളുടെ അടുത്ത് OMR പേപ്പർ ഒന്നും ഇല്ലല്ലോ സാറേ എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ കമന്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം ബൈ ലേണിംഗ് NMMS പരീക്ഷയുടെ അതേ മാതൃകയിൽ തന്നെ ഒരു മോഡൽ എക്സാമിനേഷൻ, ഓൾ കേരള NMMS മോഡൽ എക്സാം ഡിസംബർ 24 വെനസ്ഡേ നടക്കുന്നുണ്ട്. KSTയുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ എക്സാം നടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ ജില്ലയിൽ സെന്റർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ഫോമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജില്ല ചൂസ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ വിളിച്ചറിയിക്കും. ഇനി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സ്കൂളിലുള്ള NMMS ടീച്ചർ, കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചർക്ക് അറിവില്ല, കിട്ടിയിട്ടില്ല എങ്കിൽ, ഇങ്ങനെ എക്സാമിനെ കുറിച്ചുള്ള കാര്യം അറിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക.
ഇങ്ങനൊരു എക്സാം ഉണ്ട്, നമ്മുടെ സ്കൂളിലുള്ള എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കണം, ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതി ഉഷാറാക്കണം. അപ്പോൾ OMRലുള്ള എങ്ങനെയാണോ NMMS നടക്കുക അതേ പാറ്റേണിൽ സാറ്റിലെയും മാറ്റിലെയും ക്വസ്റ്റ്യൻസ് ഉള്ള 3 മണിക്കൂറുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും നമ്മുടെ ഈ ഒരു മോഡൽ എക്സാം. നിർബന്ധമായിട്ടും 24-ാം തീയതിയാണ് എക്സാം. 21-ാം തീയതി ഞായറാഴ്ച അതിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഫ്രീ രജിസ്ട്രേഷൻ ആണ്, നിർബന്ധമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം, എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യണം. ഇനി മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ എങ്ങനെയാണ് ഈ എക്സാമിൻ്റെ രൂപം എന്നുള്ളത് കാണാൻ പറ്റുക, അല്ലേ? ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് പഠിക്കുന്നുണ്ടാകും, വായിക്കുന്നുണ്ടാകും, കുറെ ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ 3 മണിക്കൂറിൽ ഒരു എക്സാം ഹാളിലൊക്കെ ഇരുന്നുകൊണ്ട് ഒരു OMR ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരമാണ് ആക്ച്വലി നമ്മുടെ ഓൾ കേരള NMMS മോഡൽ എക്സാം. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, 7561881133. ഫ്രീ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും NMMSന്റെ ഡേറ്റ് മാറുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡേറ്റ് മാറില്ല എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് പോകാം. ഡിസംബർ 30 എന്നുള്ള പ്ലാനിങ്ങോടുകൂടി തന്നെ നമുക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ സ്ട്രോങ് ആക്കി തന്നെ നമ്മുടെ മോഡൽ എക്സാം ഒക്കെ എഴുതി എല്ലാവിധ തയ്യാറെടുപ്പുകളും സജ്ജമാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ സെറ്റാക്കിയിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേരെയാണ്. അപ്പോൾ ഡേറ്റ് മാറുകയാണെങ്കിൽ ഒഫീഷ്യലായിട്ട് നമ്മുടെ ചാനലിലൊക്കെ അറിയിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.